ലോക് പോൾ പുറത്തുവിട്ടത്. അതും പ്രകാരമാണ് ഇപ്പോൾ 14 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന അവരുടെ സർവേ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത്. എന്തായാലും ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് BJPക്ക് കനത്ത തിരിച്ചടിയുണ്ടാവും. അതായത് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും BJP പ്രതീക്ഷിച്ച അത്ര ഒരു വിജയം നേടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നത്. അതിന് മുന്നോടിയായിട്ട് BJP ഒരു ആഭ്യന്തര സർവേ ഒക്കെ നടത്തിയിരുന്നു. അതിൽ നോക്കി BJPക്ക് ലഭിച്ച ഫലങ്ങൾ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ നരേന്ദ്രമോദിക്ക് അടിപതർന്നു, BJPക്ക് അടിപതർന്നു. നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJP 400 സീറ്റ് കടക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മട്ടനും ബീഫും ഒക്കെ ആക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് 400 കടക്കും എന്ന് പറയുന്നില്ല. നമ്മുടെ കേരളത്തിൽ അത് പറഞ്ഞു എങ്കിലും നരേന്ദ്രമോദി ഉത്തരേന്ത്യയിലും ചെന്നിട്ടുള്ള ഇതൊക്കെ സാധാരണ ലോക്കൽ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ വികസനമൊന്നുമല്ല കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് BJPക്ക് തന്നെ ഒരു സംശയം ഉണ്ടായി തുടങ്ങി. ഇത്തവണ എതിരാളിയുടെ എണ്ണം കൂടും, സീറ്റ് തട്ടിമുട്ടിയുള്ള പോക്കാണ് എന്നൊരു മട്ടിലുള്ള ഇത്. അതായത് BJPയിലെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു രാമക്ഷേത്രം കേരളത്തിൽ വിറ്റ് പോകില്ല. വളരെ കുറച്ചുള്ള ആൾക്കാർ മാത്രം, 5% പോലും ആൾക്കാർക്ക് രാമക്ഷേത്രം ഒരു വലിയൊരു വിഷയമല്ല. പിന്നെ ഇന്ത്യയിൽ ഒട്ടാകെ സാധാരണക്കാരന് ഏറ്റവും വലിയ പ്രശ്നം റെയിൽവേയിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം ഒഴിവുണ്ടെന്നാണ് പറയുന്നത്. റെയിൽവേയിൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒഴിവ് നികത്തിയിരുന്നെങ്കിൽ കുറേ ജോലി അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അതായത് 10 ലക്ഷം പേർക്ക് വാഗ്ദാനമൊക്കെ പറഞ്ഞെടുത്ത് 10 ലക്ഷം പേരും ജോലിയില്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ. അപ്പോൾ ഇന്ത്യയിൽ തൊഴിൽ അവസരം ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് നരേന്ദ്രമോദിയുടെ 10ാം വർഷം കടന്നു പോയിട്ട് 3ാമത് മത്സരത്തിൽ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കഴിഞ്ഞ 5 വർഷം പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ആൾ പറയുന്നത് ജലജീവൻ, അതുപോലെ നമ്മുടെ മരുന്ന്, അപ്പം ഇത് മരുന്നിൻ്റെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തുടങ്ങിയിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ. അപ്പം ജനൌഷധിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യം വളരെ കുറച്ച് മാത്രമേ മരുന്നുള്ളൂ. ആ മരുന്നുകൾക്ക് വില കുറവാണ്. ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് ആൾക്കാർക്ക് രാമനോ ഒന്നുമല്ലൊരു വിഷയം. വികസനങ്ങൾ നടന്നിട്ടില്ല പലയിടത്തും, ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും. പിന്നെ UPയിൽ ഇത് പറയാൻ കാരണം പല സർവേകളിപ്പം പുറത്തു വന്നു. നമ്മുടെ കേരളത്തിലല്ല, ഉത്തരേന്ത്യയിലെ വമ്പൻ ടീമുകളെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ചിലർ പുറത്തേക്ക് റിപ്പോർട്ട് വിടാതിരിക്കുകയാണെന്നും പറയുന്നുണ്ട് സർവേകൾ. കാരണം അത് BJPക്ക് പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ടാണ് പുറത്ത് വിടണ്ടെന്നുള്ള ഓർഡർ ഇട്ടേക്കുന്നത്. പക്ഷേ എങ്കിലും വന്ന സർവേയൊക്കെ പറയുന്നത് BJPക്ക് അടിപതർന്നു എന്ന് തന്നെയാണ് പറയുന്നത്. BJP ഇത് കേട്ടിട്ട് എന്നെ ചീത്ത വെച്ചിട്ട് കാര്യമില്ല, അത് ശ്രദ്ധിച്ചാൽ അറിയാതെ. കാരണം BJP അടിപതർന്നൊരവസ്ഥയെന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണി ഒന്നും അല്ലാതിരുന്നു. ആദ്യം തുടക്കത്തിൽ BJP 400 സീറ്റ് കടക്കുമെന്നുള്ള മട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ ഇന്ത്യ മുന്നണി ഒറ്റ കെട്ടാവുകയും വലിയൊരു റാലിയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു, ലക്ഷക്കണക്കിന് പേരൊക്കെ ഉള്ള. അപ്പോൾ ഇതിൽ അവരെല്ലാവരും ഒറ്റ കെട്ടായിട്ടാണ് ഇന്ത്യയിൽ ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ഒരു പോക്ക് കണ്ടിട്ട് നരേന്ദ്രമോദി 400 കടക്കില്ല, എന്തായാലും 400 എത്തുമില്ല. പിന്നെ 300 എന്നുള്ളൊരു ലെവലിലേക്ക് ചിലപ്പം വന്നേക്കാം. എങ്കിലും ഒരു ഈസി ആയിട്ടുള്ള ജയം ആയിരിക്കില്ല കേന്ദ്രത്തിൽ. കാരണം ജനങ്ങൾക്ക് സാധാരണ ഈ രാമക്ഷേത്രം ജാതി പറഞ്ഞുള്ള പരിപാടി ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. തൊഴിലിൻ്റെ വിഷയങ്ങൾ കുറേയുണ്ട്. പിന്നെ ദാരിദ്ര്യം ഭയങ്കര വിഷയമാണ്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കിടക്കുമ്പം വേറെ നെറേറ്റീവ് കൊണ്ടുവരുമ്പോഴാണ് ജനങ്ങൾക്ക് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു വലിയ ബിംബമായിട്ട് തോന്നാത്തത്. പിന്നെ നമ്മുടെ CAA അതുപോലുള്ള വിഷയങ്ങൾ, ജാതി തിരിച്ചുള്ള പരിപാടികൾ, ഇതെല്ലാം പലർക്കും ഇഷ്ടപ്പെടാത്ത, ഇപ്പം പിന്നെ മുസ്ലിംസിന് മാത്രമല്ല അല്ലാതെ ഉള്ള ആൾക്കാരും നരേന്ദ്രമോദിയെ വോട്ടിംഗ് പാറ്റേൺ കുറയ്ക്കാനുള്ള
ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സാധാരണക്കാരന് ഒരു ഫാക്റ്റ് അല്ല എന്നാണ് സർവേകൾ പറയുന്നത്, ഞാനല്ല. അപ്പോൾ സർവേകളിൽ നിന്നുള്ള ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഫൈറ്റാണ് എല്ലായിടത്തും. UP പോലുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് കുറയുമെന്നാണ് പറയുന്നത്. വോട്ടിംഗ് ശതമാനം ത്തിനേക്കാൾ സീറ്റ് കുറയാനുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പശ്ചിമ ബംഗാളിൽ ഉറപ്പായിട്ടും BJPക്ക് 18 സീറ്റുള്ള BJPക്ക് ഇത്തവണ അതിൽ നിന്ന് ഒരുപാട് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദക്ഷിണേന്ത്യയിൽ BJPക്ക് വലിയ ഇത് കിട്ടത്തില്ല, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം പോലുള്ള സ്ഥലങ്ങളിലൊന്നും BJPക്ക്. അതിനാണ് കേരളത്തിലൊക്കെ വന്നിട്ട് നരേന്ദ്രമോദി സാധാരണ ഒരു പ്രധാനമന്ത്രി പറയാത്തതൊക്കെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഈ കരിവന്നൂരും ഇതൊക്കെ പറയേണ്ട ആൾ നരേന്ദ്രമോദി പറയുമ്പോൾ തന്നെ അതിനൊരു വിഷയം തന്നെയാണ്. കാരണം അങ്ങനെ ഇതെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യം ഉത്തരവാദിത്തത്തോടെ പറയുമ്പം അത് കണ്ടുപിടിക്കാനും അത് തന്നെ തേഞ്ഞു വാങ്ങി പോയി. അപ്പം അത്തരം കാര്യങ്ങൾ പറയുന്നതിലൂടെ ഉറപ്പിക്കാം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് മനസ്സിലായി തുടങ്ങി ഇത് സാധാരണ കളിയല്ല. എപ്പോഴും രാഹുലിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇന്ന് രാഹുലിന് നിസ്സാര കാര്യങ്ങൾ വരെ എടുത്ത് പണ്ടാങ്കണ്ട മീൻ മറക്കുന്നതും ഒക്കെ എടുത്ത് പറഞ്ഞ് ഇതാവുന്നുണ്ട്. അപ്പോൾ എതിരാളി ശക്തമായിക്കൊണ്ടിരിക്കുക എന്നുള്ള ഉറപ്പാണ് BJPക്ക്. ഈ പറയുന്ന ലെവലിൽ സീറ്റ് കൂടില്ല എന്നുള്ള ഉറപ്പാണ്. ചിലപ്പോൾ തട്ടിയും മുട്ടിയും കയറി വരാം, അതായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഭരണം, അതല്ലെങ്കിൽ NDAക്ക് നല്ല NDAക്ക് നല്ല ലെവലിൽ വരാവുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ NDA സഖ്യമായിട്ട് തന്നെ വരാനുള്ള ചാൻസ്. BJP ഒറ്റയ്ക്ക് എന്തായാലും 400 എത്തൂല, 300 എത്താൻ സാധ്യത കുറവാണ്. പിന്നെ ഇന്ത്യ സഖ്യത്തിന് നല്ല ചാൻസുകളുള്ള സമയമാണ്. അതങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് സർവേകൾ പറയുന്നത്. എന്തായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് അടിവതറി തുടങ്ങുന്നുള്ളത് സത്യം തന്നെയാണ്.